എന്തായിരിക്കും ഈ കോഴിക്കട്ട? അതൊന്നല്ല. കുഞ്ഞേച്ചി, എന്തായി കോഴിക്കട്ട? അത് നമ്മൾ എല്ലാ കൊല്ലവും വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. നോമ്പിന്റെ നേരത്തൊക്കെ നല്ല വൈറ്റ് സാധനത്തില് ഉള്ളിലാണെങ്കിൽ നിറച്ച് മധുരമൊക്കെ ഉള്ളത്. അതൊന്നും എനിക്കറിയില്ല. നമ്മ വെല്ലിച്ചോട് ചോദിച്ചാലോ? ഓക്കെ. എന്താ എല്ലാരും ഇങ്ങോട്ട്? ചേച്ചി, ഇവർക്കൊരു സംശയം. എന്തായി കോഴിക്കട്ടയുടെ പ്രത്യേകത? അത് ഞാൻ പറഞ്ഞുതരാം. വലിയ നോമ്പിന്റെ 41-ാം ദിവസം, അതായത് ഓശാന ഞായറിന്റെ തലേ ദിവസം, ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് 40 ദിവസമല്ലേ? ഈ നോമ്പിന്റെ തീക്ഷ്ണത ഒട്ടും കുറയ്ക്കാതെ 40 ദിവസത്തെ നോമ്പ് മുറിക്കുന്നതിനാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത്. ഈശോ 40 ദിവസമല്ലേ നോമ്പെടുത്തത്? പിന്നെ നമ്മൾ എന്തിനാ 50 ദിവസം നോമ്പെടുത്തത്? ഈശോ അനുഷ്ഠിച്ച 40 ദിവസത്തെ നോമ്പ് കൂടെ ഈശോയുടെ പീഡാസഹനങ്ങളുടെ ദിവസവും കോഴിക്കട്ട ശനി. അതെ, അത് മാത്രമല്ല, ഈ ശനിയാഴ്ചയെ ലാസറിന്റെ ശനി എന്നും വിളിക്കപ്പെടുന്നു. കാരണം ഈശോ ബഥാനിയയിൽ നിന്നും ജെറുസലേമിലേക്ക് യാത്ര ചെയ്തപ്പോൾ ലാസറിന്റെ ഭവനത്തിൽ പ്രവേശിച്ചതായി ബൈബിളിൽ പറയുന്നില്ലേ? അപ്പോൾ ലാസറിന്റെ സഹോദരിമാരായ മർത്തയും മറിയവും യേശുവിന് ഉണ്ടാക്കി കൊടുത്ത പലഹാരമായി ഇത് പറയപ്പെടുന്നു. അങ്ങനെയും ഒരു പാരമ്പര്യമുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വേറെയും പാരമ്പര്യമുണ്ട്. യേശു വിളിച്ചപ്പോൾ ലാസർ ജീവന്റെ മധുരമായി എഴുന്നേറ്റ് വന്നില്ലേ? ആ സ്മരണയും ഇതിലുണ്ട്. യേശുവിന്റെ പീഡാസഹന വേളയിൽ യേശുവിന് കല്ലെറിഞ്ഞ സ്മരണയും ഇതിലുണ്ട്. വേറെയോ ഉണ്ട്. യേശുവിനെ തൈലാഭിഷേകം ചെയ്യാൻ ഭക്തസ്ത്രീകൾ വന്നപ്പോൾ അവർ സുഗന്ധദ്രവ്യങ്ങൾ ഇട്ടുവെച്ച പാത്രത്തെ സൂചിപ്പിക്കുന്നതാണ് കൊഴുക്കട്ട. അതായത് സുഗന്ധദ്രവ്യങ്ങൾ ഇട്ടുവെച്ച പാത്രം നല്ല സ്മെല്ല് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ നമ്മൾ കൊഴുക്കട്ട രണ്ടായി മുറിച്ച് കവിതയ്ക്ക് തുറക്കുമ്പോൾ അതിൽ നിന്ന് നല്ല സ്മെല്ലുണ്ടാവും. എന്നാ ശരി, നമുക്ക് പോയി മമ്മയോട് ചോദിച്ചിട്ട് പോയി ഉണ്ടാക്കിയാലോ? കൊഴുക്കട്ടയുടെ പാരമ്പര്യമൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം.
ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ പലഹാരമായ കൊഴുക്കട്ട റെഡി. ചേച്ചി നമുക്കിത് കഴിച്ചാലോ? വെയിറ്റ്. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് ഇത് എല്ലാവർക്കും കൊടുക്കേണ്ടത്. നമുക്ക് അപ്പാപ്പന്റെ അടുത്ത് പോയാലോ? നല്ല മധുരമുള്ള രുചിയുള്ള കോഴിക്കോട്ടയാണ്. കൊഴുക്കട്ട ഒരു പലഹാരം മാത്രമല്ല, നമ്മുടെ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. കൊഴുക്കട്ടയുടെ പിന്നിലുള്ള പാരമ്പര്യമെല്ലാം നിങ്ങൾ കേട്ടല്ലോ. ഇതെല്ലാം മനസ്സിലാക്കി വേണം ഈ വർഷത്തെ കൊഴുക്കട്ട ശനി ആചരിക്കാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുമല്ലോ. എല്ലാവർക്കും കൊഴുക്കട്ട ശനിയുടെ ആശംസകൾ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.